നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂപ്പിറ്റർ ഇൻ 7th ഹൗസ്, ഏറ്റവും ശുഭനായ ഒരു ഗ്രഹത്തെ പറ്റി 1,00,000 ദോഷം ഗുരുഹന്തി എന്നൊക്കെയാണ് പറയുന്നത്. 1,00,000 ദോഷം വരെ നശിപ്പിക്കുന്ന ഗുരു ഒരാളുടെ ജാതകത്തിൽ ബലവാനാണെങ്കിൽ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ ആൾ ബലമല്ലെങ്കിലോ, ഈ 7ാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ അവരെല്ലാവരും ഉത്തമരാണ് എന്നൊക്കെ പറയാറുണ്ട്. നല്ലൊരു മനുഷ്യരാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ അങ്ങനെയുള്ളവരെയും അങ്ങനെ അല്ലാത്തവരെയും കണ്ടിട്ടുണ്ട്. അപ്പം കുട്ടിക്കാലത്തൊക്കെ ഇപ്പം ഞാൻ ജ്യോതിഷം പഠിച്ചു തുടങ്ങിയത് ആചാര്യ ഉണ്ണിച്ചേട്ടൻ്റെ അടുത്ത് നിന്നാണ്. അത് തുടക്കം അദ്ദേഹത്തിൻ്റെ അടുത്താണ്. തന്ത്രത്തിൻ്റെ ക്ലാസ്സും ഒക്കെ 21 വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അടുത്താണ് തന്ത്രത്തിൻ്റെ ക്ലാസ്സൊക്കെ തുടങ്ങുന്നത്. ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും, അദ്ദേഹം ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരുമ്പം, അറിവുകൾ എനിക്ക് പകർന്നു വരുമ്പം, പൊതുവെ 7ൽ വ്യാഴം നിൽക്കുന്ന ആൾക്കാർ വിവാഹത്തിൻ്റെ പൊരുത്തങ്ങളൊക്കെ വരുമ്പോൾ 7ൽ വ്യാഴം ഉണ്ടല്ലോ, അപ്പോൾ കുഴപ്പമില്ല എന്ന് പറയുകയും അങ്ങനെ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നീട് മുന്നോട്ട് പോകുന്ന സമയത്ത് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളിൽ പലരുടെയും ജീവിതങ്ങൾ കണ്ടത് വെച്ച് നോക്കുമ്പം 7ൽ വ്യാഴം നിന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് അവരുടെ സ്വഭാവം പൂർണ്ണമായിട്ടും നന്നാവണമെന്നില്ല, ശുഭകരമാവണമെന്നില്ല. അതെന്താണ് എന്നുള്ളൊരു പരീക്ഷണം നോക്കിയപ്പം വ്യാഴത്തിൻ്റെ നീചസ്ഥിതി, നവാംശകത്തിൽ നീചനായ വ്യാഴം നവാംശ രാശിയിൽ 7ാം ഭാവത്തിൽ നിൽക്കുക, അതുപോലെ തന്നെ വ്യാഴം ഏതെങ്കിലും നീചനായ ഗ്രഹത്തിൻ്റെ നക്ഷത്രത്തിലോ അല്ലെങ്കിൽ രാഹുകേതുക്കളുടെ നക്ഷത്രത്തിലോ നിൽക്കുക, അല്ലെങ്കിൽ രാഹുകേതുവായിട്ട് യോഗം വരിക, ചൊവ്വ ശനി രാഹുകേതു രവി ഇവരുമായിട്ട് യോഗം വരിക. യോഗം വന്നാൽ മാത്രം പോരാ, വ്യാഴത്തിന് ബലവും കുറയണം. അത് 5 മുതൽ 10 ഡിഗ്രിക്കുള്ളിൽ വരികയും വേണം. യുതി വരുന്ന ഗ്രഹത്തിന്, പാപഗ്രഹങ്ങൾക്ക് വ്യാഴത്തെക്കാട്ടിലും കൂടുതൽ ബലവും വന്നാൽ വ്യാഴത്തിൻ്റെ ഫലങ്ങൾ ഒരുപാട് മാറും. ലക്ഷ്യദോഷം ഗുരുഹന്തി എന്നൊക്കെ പറയത്തേ ഉള്ളൂ, കുറച്ചൊക്കെ ആ ഫലം കിട്ടും എഴുതി നിൽക്കുന്നതിൻ്റെ. പക്ഷെ ഒരുപാട് ഫലം മാറുന്നതായിട്ടാണ് എൻ്റെ പേഴ്സണൽ ഒബ്സർവേഷൻ. ലൈംഗികത, പ്രണയം, ദാമ്പത്യം, ബിസിനസ് തുടങ്ങിയ മേഖലയായിട്ടുള്ള 7th ഹൗസ്, ആ ഒരു മേഖലയിൽ അതിൻ്റെ ബാഡ് എഫക്റ്റിനെ പറ്റിയുള്ളൊരു സമഗ്രമായിട്ടുള്ളൊരു പഠനം ഞാൻ നടത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യാം. അപ്പം അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിലെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലൈംഗികതയും പ്രണയ സമീപനവും ദോഷവശങ്ങൾ, നെഗറ്റീവ് സെക്ഷൽ സ്റ്റൈൽ ആൻഡ് ഇൻറ്റിമസി. വ്യാഴം വികാസത്തിൻ്റെ, എക്സ്പാൻഷൻ്റെ ഗ്രഹമാണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് എൻ്റെ വർഷങ്ങൾ ഞാൻ ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടാണ്, അല്ലെങ്കിൽ വർഷങ്ങളുടെ വായനയും പഠനവും ഒബ്സർവേഷനും, അതുപോലെ തന്നെ എന്നെ വിളിക്കുന്ന ഓരോ ആൾക്കാരുടെയും ജീവിതത്തിൽ നിന്നും മനസ്സിലാക്കുന്ന കാര്യങ്ങളുമാണ് ഞാനിതിൽ ഷെയർ ചെയ്യുന്നത്. അപ്പം ആ ഒരു സീരിയസ്നെസ്സോട് കൂടിയിട്ട് എടുത്ത് പഠിക്കാൻ ഇതിൻ്റെ ജിജ്ഞാസുകളായിട്ടുള്ള ആൾക്കാർ ശ്രമിക്കണം. അതൊരു വലിയ ഗുരുത്വവും നിങ്ങൾക്ക് ഈശ്വരൻ അതിനുള്ള അനുഗ്രഹവും തരും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പം ഇവിടെ എക്സ്പാൻഷൻ്റെ പ്ലാനറ്റായിരിക്കുന്ന ജൂപ്പിറ്റർ മോശാവസ്ഥയിലാണ് നിൽക്കുന്നത് എങ്കിൽ അമിതഭോഗം എക്സ്പാൻഡ് ചെയ്യും. എക്സസ് ഇൻ്റലിജൻസ്, അതായത് ഒരു അമിതമായിട്ടുള്ള ഭോഗത്തിലേക്കോ അല്ലെങ്കിൽ മടുപ്പിലേക്കോ ഇത് കൊണ്ടുവന്നെത്തിക്കുക. ഒരു മടുത്തു, എനിക്ക് ഇത് മടുത്തു. കാരണം ഒരേ സമയത്ത് സ്പിരിച്വൽ പ്ലാനറ്റാണ്, പക്ഷേ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വീണ്ടും അമിതമായിട്ടുള്ള ഭോഗത്തിലേക്ക് എത്തുന്നു. അപ്പം ആ ഒരു എക്സസ് ഇൻ്റലിജൻസ് എങ്ങനെയൊക്കെയാണ് നല്ല ഓക്കെ ആയിരിക്കുന്ന സമയത്ത് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അതായത് എല്ലാ ഗ്രഹങ്ങൾക്കും, 9 ഗ്രഹങ്ങൾക്കും നല്ല സ്വഭാവങ്ങളും മോശ സ്വഭാവങ്ങളുമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ഗ്രഹത്തിനകത്ത് ബാക്കി 9 ഗ്രഹങ്ങളുടെയും സ്വഭാവങ്ങളായിട്ടാണ് ദശ പറയുന്നത്. അതായത് ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനാണ്. ആ ചന്ദ്രൻ്റെ ആധിപത്യം വരുന്നതാണ് വിംശോത്തരി നക്ഷത്രദശ. അപ്പോൾ ഓരോ ഗ്രഹത്തിൻ്റെയും ദശയ്ക്കുള്ളിൽ ബാക്കി 9 ഗ്രഹങ്ങളുടെയും ദശ വരുന്നത്, ആ ഗ്രഹത്തിൻ്റെ ഉൾപ്പെടെ 9 പേരുടെ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ഓരോ ഗ്രഹത്തിൻ്റെ ഉള്ളിൽ ബാക്കി ഉള്ള ഗ്രഹങ്ങളുടെ സ്വഭാവങ്ങളുമുണ്ട്.
ഇല്ല, എല്ലാവരിലും ലൈംഗികതയുണ്ട്, എല്ലാവരിലും ജോലി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, എല്ലാവരിലും ആത്മീയതയുണ്ട്. ഈ 9 ഗ്രഹങ്ങളും അതുകൊണ്ടാണ് ആത്മപുരുഷനാണെന്ന് പറയുന്നത്. എല്ലാവരും ഋഷിമാർ തന്നെയാണ്. ഓരോ ഗ്രഹങ്ങളുടെയും ആധിപത്യം, ആ എനർജിയെ വിളിക്കുന്നതാണ് ഞാൻ പറഞ്ഞ കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു സ്വരൂപരായിട്ട് പറയുന്നത്. ഇപ്പം നവഗ്രഹങ്ങളെയൊക്കെ ഈശ്വര സ്വരൂപങ്ങളായിട്ട്, ഈശ്വര സങ്കല്പങ്ങളായിട്ട് പറയുമ്പോൾ ഈ 9 യോഗിമാരായിട്ട് കൂട്ടിയാലും ഈ 9 പേരിലും ഉണ്ട് ആത്മീയതയെല്ലാം. പക്ഷേ ഇവരുടെ ക്യാരക്ടർ ബേസിക്കായിട്ട്, ഇപ്പം പാവയ്ക്ക ഒരു പച്ചക്കറിയാണ്, അടുത്ത വേറൊരു പച്ചക്കറി എടുത്താൽ എല്ലാം പച്ചക്കറി തന്നെയാണ്, അതിനെല്ലാം ഗുണങ്ങളുണ്ട്. പക്ഷേ എല്ലാത്തിൻ്റെയും സ്വഭാവം ഒരുപോലെ, രീതികൾ വേറെയാണ്, ടേസ്റ്റ് വ്യത്യാസമാണ്. ആ വ്യത്യാസമുണ്ട്. എന്നാൽ വിശപ്പ് മാറാൻ വേണ്ടിയിട്ട് ഇതിനെല്ലാം ഇത് ഏത് വേണേലും കഴിക്കുകയും ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ ഗ്രഹങ്ങളും, വ്യാഴത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് കാപട്യമുണ്ടോ എന്ന് പറയും. അപ്പം വ്യാഴം ബലം കുറഞ്ഞ് മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനം വന്നാൽ കാപട്യം വരും. നന്മയുള്ളവരായിരിക്കും, നന്മയുള്ള കപട്ടർ എന്ന് വേണേൽ പറയാം. അല്ലെങ്കിൽ നന്മയുള്ളവരാവാൻ, മോക്ഷം കിട്ടാൻ വേണ്ടി യോഗ്യതയുള്ള സ്പിരിച്വലായിട്ടുള്ള സ്വാർത്ഥർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരുപാട് സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് ഇവർ സംസാരിക്കും. ഇവർ ഒരുപാട് ക്ലാസ്സുകളിൽ പോയിരിക്കും, ഒരുപാട് പ്രാർത്ഥനകളോട് താല്പര്യമുണ്ടായിരിക്കും. പക്ഷേ ഇവർക്ക് ഒരു മടുപ്പോ അല്ലെങ്കിൽ അമിത ഭോഗത്തിലേക്കോ എത്തിപ്പെടാം. അതിൻ്റെ ഒന്നാമത്തെ ക്ലൂ സ്വയം വിശകലനം ചെയ്യേണ്ടതാണ്. അങ്ങനെയുള്ളവർ മോറൽ ഹിപ്പോക്രസിയാണ്, കാപട്യം നിറഞ്ഞ സദാചാരം. ഇതൊരു പ്രധാന പ്രശ്നമാണ്. പുറമേ ഇവർ വലിയ സദാചാരവാദികളും മാന്യരുമായി നടക്കും, എന്നാൽ രഹസ്യമായി ഇവർക്ക് അവിഹിത ബന്ധങ്ങളോ വിചിത്രമായിട്ടുള്ള ലൈംഗിക രീതികളിലെ താല്പര്യമോ കാണിച്ചേക്കാം. സമൂഹത്തെ ബോധിപ്പിക്കാനൊരു മുഖം, സ്വകാര്യ ജീവിതത്തിൽ മറ്റൊരു മുഖം. എല്ലാവർക്കും ഉണ്ടാവും ഒരു സ്വകാര്യത, ഇല്ലേ? എല്ലാവർക്കും ഒരു സ്വകാര്യത ഉണ്ടാവും. പക്ഷേ ആ സ്വകാര്യ ജീവിതവും ബാഹ്യ ജീവിതവും കൂടെ എത്രത്തോളം ചേർന്ന് വരുന്നോ അത്രത്തോളമാണ് ആ വ്യക്തി സക്സസ്ഫുൾ ആവുന്നതും. ഒരു സ്പിരിച്വലി ഞാൻ പറഞ്ഞത്, വ്യാഴത്തിൻ്റെ വിഷയമായതുകൊണ്ടാണ് പറഞ്ഞത്. എത്രത്തോളമാണോ അവരുടെ സ്വകാര്യ ജീവിതം, അവരുടെ ആന്തരിക മനസ്സും ഉള്ളിലിരിക്കുന്ന ആളും ക്യാരക്ടറും അവരുടെ ബിഹേവിയറും കൂടെ എത്രത്തോളമാണോ ചേർന്ന് വരുന്നത് അത്രത്തോളം ആ വ്യക്തിയിൽ കോൺഫ്ലിക്റ്റുകൾ കുറഞ്ഞിരിക്കും, അത്രത്തോളം ആ വ്യക്തി സ്പിരിച്വലായിരിക്കും എന്നുള്ളതാണ്. അതല്ലാതെ പുറമേ സമൂഹത്തെ ബോധിപ്പിക്കാൻ ഒരു മുഖം, അതുപോലെ തന്നെ സ്വകാര്യ ജീവിതത്തിൽ മറ്റൊരു മുഖവും കൂടെ വെച്ചിട്ട് മുന്നോട്ട് പോകുമ്പം ഉള്ളിലൊരു കടുത്ത പാലാഴിമ തന്നെ നടക്കുന്നുണ്ടാവും. അതിനുള്ളിൽ നിന്ന് ഐരാവതം വന്നെന്നിരിക്കും, മഹാലക്ഷ്മി വന്നെന്നിരിക്കും സക്സസ് ആവാൻ. അതുപോലെ തന്നെ പുണ്യം ഉള്ള ഒരുപാട് കാര്യങ്ങൾ വന്നെന്നിരിക്കും അവരവരുടെ ജീവിതത്തിൽ. ആ ഉള്ളിൽ പാലാഴിമ തന്നെ നടക്കുന്നതിനിടയിൽ ആ വ്യാഴത്തിന് ബലമുണ്ടെങ്കിൽ, കുറച്ചൊക്കെ ബലമുണ്ടെങ്കിൽ ഇതെല്ലാം വന്നിരിക്കും. പക്ഷെ കാളകൂട വിഷമവും വരും, അതുറപ്പാണ്. അതുകൊണ്ട് തന്നെ ആ സമൂഹത്തെ ബോധിപ്പിക്കാനുള്ളൊരു പൊയ്മുഖം ഉണ്ടാവും. അപ്പോൾ പൊതുവേ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇല്ലേ ഇതൊക്കെ? എല്ലാവർക്കും ഉണ്ട്. എത്രത്തോളം നമുക്ക് നമ്മളോടെ നീതി പുലർത്താൻ കഴിയുന്നു, എത്രത്തോളം നമ്മുടെ സ്വഭാവവും നമ്മുടെ ക്യാരക്ടറും നമ്മുടെ ബിഹേവിയറും എത്രത്തോളം നാച്ചുറലാക്കുന്നോ, എത്രത്തോളം സ്നേഹസമ്പന്നമാകുന്നോ, എത്രത്തോളം വ്യക്തിശുചിത്വം വരുന്നോ. ചിലപ്പോൾ ദേഷ്യം വന്നേക്കാം. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് വ്യക്തിശുചിത്വം എന്നൊക്കെ പറയുന്നത് ദേഷ്യം വരാൻ പാടില്ല. ഹായ് ബായ് എന്നൊക്കെ പറഞ്ഞ് ബിഹേവിയർ നന്നായാൽ മതി. അങ്ങനെയാണെങ്കിൽ ദുർവാസാവിനെ എങ്ങനെയാണ് ഋഷിയ എന്ന് പറഞ്ഞ്, അല്ലേ? പുള്ളിയുടെ ബിഹേവിയർ ഒന്നും അത്ര നല്ലതല്ലായിരുന്നു, പക്ഷെ ജെനുവിനായിരുന്നു. ആ ജെനുവിനിറ്റിയാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. നമ്മുടെ വിഷയം വ്യാഴമായതുകൊണ്ട്, ജൂപ്പിറ്റർ ആയതുകൊണ്ട് ജെനുവിനിറ്റിയാണ്. ജൂപ്പിറ്റർ ഈക്വൽ ടു ജെനുവിനിറ്റിയാണ്. ആ ജെനുവിനിറ്റി നഷ്ടപ്പെടുമ്പോൾ അപാരമായിട്ടുള്ള ക്രൈസിസ് ഉള്ളിൽ വന്നുകൊണ്ടിരിക്കും. എന്തൊക്കെ നേടിയാലും ആ ഉള്ളിലൊരു സമാധാനക്കേട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, തൃപ്തി ഉണ്ടാവില്ല. ഒന്നിന് പുറകെ ആയിട്ട് ഓടിക്കൊണ്ടേയിരിക്കും. അതല്ല ശരിക്കും ആ മോറൽ ഹിപ്പോക്രസി എന്നുള്ളത് മാറ്റി ശരിക്കും നിങ്ങൾ എന്താണോ ആ ഹിപ്പോക്രസി മാറ്റി നിങ്ങൾ എന്താണോ അതായിരിക്കാൻ നോക്കുക, അതായി മാറാൻ നോക്കുക. അങ്ങനൊരു സമൂഹത്തിലല്ല ജീവിക്കുന്നതെങ്കിൽ അങ്ങനൊരു സമൂഹത്തെ ബോധിപ്പിക്കാൻ നോക്കണ്ട, നിങ്ങൾ ഉള്ളിലേക്ക് തിരിയും. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക്
ഇത് വരും. ആരും ഒന്നും പറയില്ല. പരമാവധി സ്പിരിച്വൽ ഈശ്വരനിലേക്ക് തിരിയും. അപ്പം ഈശ്വരനിലേക്ക് തിരിഞ്ഞാൽ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിക്കണ്ട. നിങ്ങൾക്ക് വേണ്ടത് മാത്രം മതി. അത് കൃത്യമായിട്ട് പ്രകൃതി കാണിച്ചു തരും. അതിൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുകയും ചെയ്യും. ഇത് ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കാൻ നോന്ന് ചോദിച്ചിട്ട് ഇൻസെക്യൂരിറ്റി കൊണ്ട് നിങ്ങളുള്ളിലെ ഹാപ്പിനെസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പല വഴികൾ, കാപട്ടി നിറഞ്ഞ പല വഴികൾ കണ്ടെത്തും. ഡോപ്പമിൻ പോലുള്ള കാര്യങ്ങളെ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ഉണർത്താൻ വേണ്ടിയിട്ട്, അല്ല കെമിക്കൽസിനെ ഉണർത്താൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യും. ഞാൻ പറഞ്ഞില്ല, ഈ അടുത്ത സമയത്ത് വായിച്ചൊരു ബുക്കുണ്ട്, ഡോപ്പമിൻ ഡീറ്റോക്സ് എന്ന് പറഞ്ഞിട്ട്. നല്ല രസമുണ്ട് ആ പുസ്തകത്തിൽ. അതിൽ പുള്ളി പറയുന്നൊരു കാര്യമുണ്ട്, അങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് സന്തോഷം കണ്ടെത്തിയാൽ, നിങ്ങളുടെ മനസ്സ് പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കണ്ടെത്തിയാൽ മടുപ്പിലേക്കും കടുത്ത ഇൻസെക്യൂരിറ്റീസിലേക്കും സ്വസ്ഥതയില്ലായ്മയിലേക്കും പോകുമെന്നുള്ളത് മനുഷ്യനാണെങ്കിൽ ഉറപ്പായിരിക്കും. കാരണം നമ്മളുടെ ജീവിതം കടന്നു വന്ന ഓരോ വഴികളൊന്ന് ആലോചിച്ച് നോക്കും, സ്വയം വിലയിരുത്തും. പഠിക്കാൻ ഞാൻ വിട്ടുതരുന്നു. അപ്പം ആ കാവട്ടി നിറഞ്ഞൊരു സദാചാരം, മോറൽ ഹിപ്പോക്രസിയാണ് ഒരു ബാഡ് എഫക്റ്റായിട്ട്, ഒരു നെഗറ്റീവ് എഫക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത്തേത് ലാക്ക് ഓഫ് ബൗണ്ടറീസ്. എന്തിനു വേണ്ടിയിട്ട്? അതിരുകളില്ലാത്ത ആസക്തി. വ്യാഴത്തിന് അതിരുകളില്ല. കാരണം എക്സ്പാൻഷൻ എത്ര വേണമെങ്കിലും 0 പോയിന്റിൽ നിന്നും, ഒരു ബിന്ദുവിൽ നിന്നും ഇൻഫിനിറ്റ് റേഡിയസിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന പ്ലാനറ്റാണ് ജൂപ്പിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിരുകളിൽ നിശ്ചയിക്കാൻ അറിയില്ല. അവർക്ക് അറിയില്ല. സ്നേഹമാണെങ്കിലും അങ്ങനെയാണ്, അതിരുകൾ നിശ്ചയിക്കാൻ അറിയില്ല. കവിഞ്ഞൊഴുകും. ആത്മാർത്ഥതയാണെങ്കിലും അങ്ങനെ എന്തും ചെയ്യാൻ തയ്യാറാവും പാർട്ട്ണറിന് വേണ്ടിയിട്ട്, നല്ലൊരു ജൂപ്പിറ്റർ ആണെങ്കിൽ. അതുപോലെ തിരിച്ചും അതിരുകളില്ലാത്ത ആസക്തി മോശമായാൽ അത് മദ്യത്തിനോടായാൽ പിന്നെ അങ്ങ് അതേന്നും പറഞ്ഞുകൊണ്ട് പോകും, ഒഴിഞ്ഞു മാറാം. ഈ വ്യാഴം മോശമായ ഭയങ്കര പ്രശ്നമാണ്. ലിവർ സിറോസിസ് ഒക്കെ വരും, കൊഴുപ്പ് കൊണ്ടുള്ള വലിയ അസുഖങ്ങൾ വരും. വ്യാഴം എപ്പോഴും ഇച്ചിരി വണ്ണമുള്ള ആൾക്കാരായിരിക്കും വ്യാഴം എപ്പോഴും. ഇവിടെയൊക്കെ വീർത്ത് അത്യാവശ്യം 6 പാക്ക് ഒന്നുമില്ല, കുഞ്ഞ് വെച്ച് കുടവേറും. അത് ഈ ചുമ്മാതെ ഒബീസിറ്റി അല്ലാതെ ഈ ഒബീസിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് കഴിച്ചുണ്ടാകുന്ന പറഞ്ഞാൽ ഒരു ബോഡിയുടെ ഒരു നേച്ചറുണ്ട്. ഈ ഉണ്ണിക്കുട്ടന്മാരെ കണ്ടിട്ടില്ലേ നമ്മുടെ ഈ അമ്പലങ്ങൾ, പഴയ ഉണ്ണി ഗണപതിയുടെ ഒട്ടിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ, ഈ ഗുരുവായൂരൊക്കെ അമ്പലത്തിലൊക്കെ വരുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ തുള്ളിച്ചാടിയൊക്കെ നടക്കുന്ന. അപ്പോൾ ഈ ബാലഗോകുലത്തിൻ്റെയൊക്കെ പരിപാടിക്കാണെങ്കിലും ശ്രീകൃഷ്ണ ജയന്തിക്കൊക്കെ ആണെങ്കിലും ഒക്കെ കൃഷ്ണനായിട്ട് ഒരുങ്ങുന്ന ഒരുപാട് കുഞ്ഞുങ്ങളെ കാണുമ്പം പലപ്പോഴും വ്യാഴമാണല്ലോ ഇതെന്ന് എനിക്ക് പലപ്പോഴും അതിശയം തോന്നിയിട്ടുണ്ട്. ആ ഒരു നേച്ചർ, പ്രായമായാലും ആ ഒരു നേച്ചർ, ആ ഒരു ഐശ്വര്യം തോന്നുന്ന, എന്നാൽ വലിയ 6 പാക്ക്, ചൊവ്വയുടെ കൂട്ട് വലിയ 6 പാക്കോ രവിയുടെ കൂട്ട് വലിയ തലയെടുപ്പോ ഒന്നുമില്ല, വളരെ ഐശ്വര്യം തോന്നുന്ന, ഒരു തെളിച്ചം തോന്നുന്ന ഒരു മുഖം അല്ലെങ്കിൽ ഒരു ശരീരമായിരിക്കും ഇവർക്കെപ്പോഴും. അതുകൊണ്ട് തന്നെ വ്യാഴത്തിന് കാരകത്വമുള്ളവർ വണ്ണം കുറയ്ക്കാൻ നോക്കിയാൽ ഭയങ്കര ക്ഷീണം ഉണ്ടാവും അവർക്ക്. ഒരുപാട് അവർക്ക് കുറച്ച് കഴിയുമ്പോൾ അത് വണ്ണം തിരിച്ച് വരും, എങ്ങനെയായാലും അത് വരും. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പം ഇവർക്ക് ഈ ഒരു ആസക്തി, ഈ ലാക്ക് ഓഫ് ബൗണ്ടറീസ് പലപ്പോഴും പങ്കാളിയെ ഇവർക്ക് ഒരു ഇത് കഴിയുമ്പോൾ താല്പര്യം കുറയുകയും, പങ്കാളിയെ ശാരീരികമായിട്ടും മാനസികമായിട്ടും അത് തളർത്തുകയും, അല്ലെങ്കിൽ ഒരാളിൽ മാത്രം ഒതുങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയോ ഒക്കെ ഉണ്ടാവുകയും, പോളിയമറസ് ടെൻഡൻസീസ് എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതായത് അതൊക്കെ ഇന്ന് ഭയങ്കര മനുഷ്യൻ അങ്ങനാണ്, പോളിഗമസ് ആണെന്നൊക്കെയാണ് പറയുന്നത്. ചുമ്മാതെ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും അല്ലാത്തവർ എത്രയോ മനുഷ്യരെ കണ്ടേക്കുന്നു. ഭൂരിപക്ഷവും അങ്ങനെ അല്ലായിരിക്കാം, പക്ഷേ ധർമ്മബോധമുള്ളവരും നന്മയുള്ളവരും ലോയലായിട്ടുള്ളവരും ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് കലിയുഗമായതുകൊണ്ട് അങ്ങനെയുള്ളവരെയൊക്കെ പുച്ഛമാണ്. ഞാൻ ധാർമ്മികമായിട്ട് ജീവിക്കുന്ന ഒരാളെ കാണുമ്പം അവരെ ബാക്കിയുള്ളവർ പുച്ഛിച്ചാണ്, ഇത് എന്തൊരു ജീവിതമാണെന്ന് ചോദിക്കുന്നത്, ഇതൊക്കെ എന്ത് ലൈഫാടാന്നാണ് ചോദിക്കുന്നത് പലരും. പക്ഷേ അവർക്കുള്ള കോൺഫിഡൻസ്, അവർക്കുള്ള വ്യക്തിശുചിത്വം, അവരുടെ നിഷ്ഠ, അവരുടെ ആ ഒരു സ്ഥിരതയുള്ള ലൈഫ്
ഓക്കെ, അവരിൽ ഒരുപാട് സന്തോഷം കൊടുക്കുന്നു എന്നുള്ളതാണ്, മാനസികമായിട്ടുള്ള സന്തോഷം കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ശാരീരികമായി തളർത്തുകയോ അല്ലെങ്കിൽ ഒരാളിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ കഴിയാത്ത അവസ്ഥ വരുന്ന ലാക്ക് ഓഫ് ബൗണ്ടറീസ്, അങ്ങനെയും നെഗറ്റീവായിട്ട് വ്യാഴം സ്വാധീനിച്ചാൽ വരാം. മൂന്നാമത്തത് ലാക്ക് ഓഫ് റൊമാൻസ് എന്നുള്ളതാണ്. പ്രണയത്തെക്കാൾ ഉപരി ഇവർ യുക്തി ചിന്തിക്കും, തത്വചിന്തയ്ക്ക് പ്രാധാന്യം നൽകും, ഫിലോസഫീസ് അടിച്ചു കളയും. യോഗ്യതയില്ലാതെ ഒരുപാട് ഫിലോസഫീസ് തലക്കയറ്റി വെച്ചിട്ടുണ്ടാവും, അതൊക്കെ ഇരുന്ന് പറയും. പക്ഷേ ആ ഫിലോസഫീസ് ഒന്നും തന്നെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു മോറൽ കപ്പാസിറ്റി ഇവർക്കുണ്ടാവില്ല എന്നുള്ളതാണ് വ്യാഴത്തിന് ബലക്ഷയം വന്നാൽ. അപ്പോൾ പ്രണയത്തെക്കാൾ ഉപരി ഇവർ യുക്തിക്കും ലോജിക്കിനും തത്വചിന്തയ്ക്കും പ്രാധാന്യം നൽകും. ഭയങ്കര സ്പിരിച്വൽ പ്രാക്ടീസുകളൊക്കെ ചെയ്തിട്ട് പറയും, നിങ്ങൾ വിവാഹമൊക്കെ കഴിക്കുമ്പം കാര്യമൊക്കെ ശരിയാ, സ്പിരിച്വലൊക്കെയാണ്, പക്ഷേ പണം നോക്കണം, 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും, അതുകൊണ്ട് തന്നെ ഇന്ന പോലുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പം നിൻ്റെ ലൈഫ് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു ഗുണം കിട്ടണം. അപ്പോൾ അവർക്ക് ജോലിയിൽ എത്രത്തോളം വളരാൻ പറ്റും, അല്ലെങ്കിൽ അവന് എത്രത്തോളം ജോലിയിൽ വളരാൻ പറ്റും, ഇതൊക്കെ നോക്കിയിട്ട് വളരെ കാൽക്കുലേറ്റീവായിട്ടായിരിക്കും മുന്നോട്ട് പോകുന്ന ഒരു ബുധൻ്റെ എഫക്റ്റ് എന്ന് പറയാം. ഒരു പകുതി ജ്ഞാനമില്ലാത്ത അറിവാണ് ബുധൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ ഒരു ചെറിയ ക്വാളിറ്റീസ് ബുധനും ഉണ്ട്, കാരണം പഠിപ്പിച്ചത് വ്യാഴമാണല്ലോ. ബുധൻ്റെ ഗുരു വ്യാഴമാണ്. അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ ചെറിയ കുറേ ക്വാളിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാകാരകൻ, വിദ്യയുടെ നമ്മൾ ബുക്കിഷ് നോളജ്, സെക്കൻഡ് ഓർഡർ നോളജുകളുടെ എല്ലാം കാരകൻ ബുധനാവുന്നത്. അതുകൊണ്ട് ബുധന് ബലമുള്ളവർക്ക് പെട്ടെന്ന് റാങ്ക് കിട്ടും, ബുധന് ബലമുള്ളവർക്ക് പരീക്ഷയിൽ പാസ്സാവാൻ പറ്റും. ബുധന് ബലം കുറഞ്ഞ് വ്യാഴത്തിന് ബലമുള്ളവർക്ക് നല്ല ജ്ഞാനം കാണും, പക്ഷേ പരീക്ഷയിൽ പാസ്സാവാൻ പറ്റില്ല. അതാണ് വ്യത്യാസം, അവിടെ ഒരു വ്യത്യാസമുണ്ട്. അപ്പം ഇവിടെ വ്യാഴം ബലം കുറഞ്ഞ ഒരാളാണെങ്കിൽ ബുധനെ പോലെയൊക്കെ ചില കാര്യങ്ങൾ പറയും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബുധനെ പോലെ ഗുരു പഠിപ്പിച്ചു കൊടുത്ത എല്ലാ അറിവുകളും ഉണ്ടാകും, പക്ഷേ ഗുരുവിന് ബലമില്ലാത്തതുകൊണ്ട് ജ്ഞാനത്തിലേക്ക് എത്താത്തതുകൊണ്ട് ഇവർ ഭയങ്കര സ്പിരിച്വാലിറ്റി പറയും, അതിഭീകരമായിട്ട് സ്പിരിച്വാലിറ്റി പറയും, പക്ഷേ ഒരനുഭവം ഉണ്ടാവില്ല. ഞാൻ പലരോടും, നമ്മുടെ ക്ലാസ്സിലുള്ളവരോടൊക്കെ ആണെങ്കിലും, ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ശിഷ്യന്മാരായിട്ടുള്ള കുട്ടികളോടാണെങ്കിലും സ്റ്റുഡൻസിനോടൊക്കെ ആണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ടാവും, അറിയുന്നുണ്ടാവും, പക്ഷേ നിങ്ങൾക്ക് അനുഭവമില്ലാത്തൊരു കാര്യം നിങ്ങൾ ആരും ഉപദേശിക്കാൻ നിൽക്കരുത്. അത് ശരിക്കും പറഞ്ഞിട്ട് നാണം കെട്ട ഏർപ്പാടാണ്, വളരെ മോശമായൊരു കാര്യം. കാരണം നമുക്ക് അനുഭവമില്ലാത്തൊരു കാര്യം, വേറൊരാളുടെ എക്സ്പീരിയൻസാണ് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന അറിവുകൾ. ആ അറിവുകൾ നമ്മുടെ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് അനുഭവമായി തീരും. ആ അനുഭവം വേണം നമ്മൾ വേറൊരാൾക്ക് ഉപദേശിക്കാൻ. ഇല്ലെങ്കിൽ എന്താ അറിയോ ഒരു പ്രശ്നം, നമ്മൾ ചില ക്ലാസ്സുകളിൽ ചില ടീച്ചർമാർ പഠിപ്പിക്കത്തില്ലേ, അവർക്ക് BEd ഉണ്ടാവും, പക്ഷേ അവർക്ക് ആ പഠിപ്പിക്കുന്ന വിഷയത്തെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടല്ലോ. അവർ ആ ക്ലാസ് എടുക്കണം എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് അതൊന്ന് പഠിപ്പിച്ചിട്ട് പോവുകയും ചെയ്യും. അപ്പം നമ്മൾ സ്റ്റുഡൻസ് അത്യാവശ്യം പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് മനസ്സിലാവുകയും ചെയ്യുന്നു. എന്ത് തല്ലിപ്പൊളി ക്ലാസ്സാണ് എന്നല്ലേ പറയത്തുള്ളൂ, സ്കൂളിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവരെ. പക്ഷെ എന്നാൽ നല്ല ജ്ഞാനമുള്ള, ആ വിഷയത്തിൽ ജ്ഞാനമുള്ള ഒരു ടീച്ചറാണ് പഠിപ്പിക്കുന്നതെങ്കിലോ അവർ വളരെ കൃത്യമായിട്ട് ആ വിഷയം നമുക്ക് ഒന്നിന് പുറകെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരും. നമ്മൾ കേൾക്കുന്ന ഓരോ കുട്ടികൾക്ക് അത് മനസ്സിലാവുകയും ചെയ്യും. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യത്തെയും നമ്മൾ അങ്ങനെ കാണണം. ജീവിതത്തിൽ ചില സമയത്ത് നമ്മൾ ടീച്ചറാവും, ചില സമയത്ത് മെൻറ്ററാവും, ചില സമയത്ത് ഉപദേശകരാവും. പല റോളുകളിലൂടെ, അനവധി റോളുകളിലൂടെ ഒരു മനുഷ്യജീവിതം ഒരാൾക്ക് കടന്നു പോകും. അപ്പോൾ ഉപദേശം കൊടുക്കുമ്പം ആദ്യം ചെയ്യേണ്ടത്, ഞാനായാലും നിങ്ങളായാലും, ഞാനീ പറയുമ്പം അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അത് എനിക്കും കൂടെ വേണ്ടിയാണ്. കാരണം പറയുന്ന കാര്യങ്ങൾ ആദ്യം കേൾക്കുന്നത് ഞാനൊരു കേൾവിക്കാരനും കൂടാണിതിൽ. അപ്പം ഉപദേശം കൊടുക്കുമ്പം അത് ജീവിതത്തിൽ കാണണം. നമ്മളൊരു കാര്യം പറയുമ്പം നമ്മുടെ ജീവിതത്തിൽ തെളിയിച്ചിട്ടുണ്ടാവണം. തെളിയിക്കുന്ന ആൾ പറയുന്ന വിഷയങ്ങൾക്കാണ് വാല്യൂ ഉള്ളത് എന്നും. അതുകൊണ്ടാണ് ഋഷിമാർ പറയുന്നത്, അനുഭവമുള്ളവൻ വേണം പഠിപ്പിക്കാൻ, അനുഭവമുള്ളവനിൽ നിന്നും പഠിക്കണം. അതുകൊണ്ടാണ് ഗുരുവിൻ്റെ ആവശ്യത്തെക്കുറിച്ചൊക്കെ തന്ത്രശാസ്ത്രം അല്ലെങ്കിൽ മറ്റ് ശാസ്ത്രങ്ങളും പറയുന്നത്, ഏതനുഭൂയതേത് പ്രമാണം എന്ന് പറയുന്നതാണ്. അനുഭവമാണ് പ്രമാണം. മനസ്സിലാവുന്നുണ്ട്? എക്സ്പീരിയൻസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നല്ലേ പറയണേ. ആ എക്സ്പീരിയൻസ് ആണ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും. ആ എക്സ്പീരിയൻസ് ഇല്ലാത്ത വിഷയങ്ങൾ, അനവധി അറിവുകൾ ഉണ്ടായാലും ആരോടും സംസാരിക്കാൻ നിൽക്കരുത്.
ഉപദേശിക്കാൻ നിന്നാൽ പറയും. ഇന്നത്തെ കാലത്ത് ഞാൻ 1-2 കാര്യങ്ങൾ എവിടെയോ വായിച്ചായിരുന്നു. അതായത് അച്ഛൻ കുടിച്ചാലും, അത് ഏതോ ഒരു റീൽ എവിടെയാണ് കണ്ടേന്ന് ഓർക്കുന്നില്ല, പക്ഷെ പറയുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരാൾ പറയുന്നതാണ്, കുറേ കാലമായി കണ്ടു. ഞാനത് വളരെ വിചിത്രമായിട്ട് തോന്നി എനിക്ക്. അതായത് അച്ഛന് വേണേൽ മക്കളെ ഉപദേശിക്കാം, മക്കളെ നിങ്ങൾ കുടിക്കരുതെന്ന്. പക്ഷെ അച്ഛൻ കുടിക്കുന്നുണ്ട്. അച്ഛൻ കുടിക്കുന്നുണ്ടെങ്കിൽ പോലും അച്ഛൻ പറയുന്നത് ശരിയല്ലേ, ഞാൻ കുടിക്കുന്നുണ്ട്, അതെനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പക്ഷെ നീ കുടിക്കരുത് എന്ന് പറയുന്നത് ശരിയല്ലേ എന്നുള്ള, അത് കറക്റ്റാണ്, ശരിയാണ്. പക്ഷേ ഇൻസ്പിറേഷൻ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നാണല്ലോ. ഇപ്പം ഞാനും എന്നോടൊപ്പം ജനിച്ച ഒരാളും ഒരേ സമയം ഭൂമിയുടെ തന്നെ ഇങ്ങേറ്റങ്ങളൊരു ഭാഗമായിട്ടുള്ള ഏഷ്യയിലെ, ഇന്ത്യയിൽ, കേരളം എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിക്കുകയും അതേ ആൾ US വേറൊരു കമ്മ്യൂണിറ്റിയിലുമാണ് ജീവിക്കുന്നതെങ്കിൽ അവിടുത്തെ സാഹചര്യങ്ങളായിരിക്കും അയാളുടെ മൈൻഡ് സെറ്റിൻ്റെ ബ്ലൂ പ്രിൻ്റ് സെറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പം സാഹചര്യങ്ങളാണ്. അപ്പം നമ്മൾ മക്കളെ ഉപദേശിക്കണമെങ്കിൽ കുടിക്കരുത് നീ, അത് തെറ്റാണെന്ന് പറയണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ കുടിക്കാതിരിക്കണം. നമ്മൾ കുടിച്ചുകൊണ്ടിട്ട് മക്കളെ കുടിക്കരുതെന്ന് പറയുകയാണെങ്കിൽ ഉറപ്പിച്ചോളൂ, ആ മക്കൾ നാളെ കുടിക്കുമ്പോൾ നിങ്ങൾക്ക് മിണ്ടാൻ പറ്റില്ല. അവരാദ്യം ചോദിക്കുന്നത് അച്ഛൻ ഇതൊക്കെ ചെയ്തിട്ടുള്ളതല്ലേ, പിന്നെ എന്തിനെന്നെ ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പം ഇവിടെ അതിരുകളില്ലാത്ത ആസക്തി വരുന്ന സമയത്ത് പുറമേ ഒരുപാട് സ്പിരിച്വാലിറ്റിയും വലിയ കാര്യങ്ങളുമൊക്കെ പറയുമെങ്കിലും വെറുതെയാണ്, ഒന്നും ഉണ്ടാവില്ല, ഉള്ളിലൊന്നും ഉണ്ടാവില്ല. ഉള്ളിൽ വേറൊരാൾ ഉറങ്ങിക്കിടക്കുന്നുണ്ടാവും. പുലി പതുങ്ങുന്നത് കുതിക്കാനാണെന്ന് പറയുന്ന പോലെയാണ് പതുങ്ങിയിരിക്കുകയാണത്. അപ്പോൾ അതങ്ങനെയാണ്. അതുപോലെ തന്നെ റൊമാൻസിൻ്റെ കുറവ് ഞാൻ പറഞ്ഞില്ലേ, അത് ഈ പറഞ്ഞ പോലെ പ്രണയത്തെക്കാളുപരി ഈ തത്വചിന്തയൊക്കെ വന്ന് ഈ പങ്കാളിയോടൊക്കെ അധ്യാപകനെ പോലൊക്കെ പെരുമാറി പ്രീച്ചിങ് ഇൻ ദ ബെഡ്റൂം എന്നൊക്കെ പറയാം. ആ ഒരു റൊമാൻറ്റിക് ലൈഫിൻ്റെ രസം പൂർണ്ണമായിട്ടും കളയും. എന്നാൽ ബലവാനായിട്ടുള്ളൊരു വ്യാഴമാണെങ്കിലോ, നല്ല ബലവാനായിട്ടുള്ളൊരു വ്യാഴമാണ് ഈ സ്ഥലത്തുനിന്നുണ്ടെങ്കിൽ വളരെ കാലം നോക്കി സമയം നോക്കിയായിരിക്കും ഇതൊക്കെ പറയുന്നത്. അവിടെയും ഈ പറച്ചിലും തത്വചിന്തയൊക്കെ ഉണ്ടാവും. പക്ഷെ അത് കൃത്യം നോക്കിയിട്ട് മഹാദേവനൊക്കെ പറയുന്ന പോലെ ദേവി എന്നൊക്കെ വിളിച്ചിട്ട് നീ ചെയ്യുന്നത് എന്താണെന്ന് നീ അറിയുന്നില്ല എന്നൊക്കെ പറയുന്ന പോലെ വളരെ സ്പിരിച്വലായി വളരെ ദൈവീകമായിട്ട് അതങ്ങനെ ചെയ്യരുത് കേട്ടോ, ഇതിങ്ങനെയാണ്, ഇങ്ങനെ ചെയ്ത് നോക്ക്, ഇതിങ്ങനെയും ചിന്തിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സോപ്പിട്ട് വളരെ ക്ലിയറായിട്ട്, ചുമ്മാ ബുധൻ സോപ്പിടുന്ന പോലെയല്ല, വളരെ സ്നേഹത്തോടു കൂടി പ്രണയത്തോടുകൂടി ഭക്തിയോടുകൂടി അവരെ പറഞ്ഞ് മാറ്റിയെടുക്കാനുള്ളൊരു കഴിവുണ്ട്. അതാണ് വ്യാഴം ബലമായാൽ. വ്യാഴം ബലമല്ലെങ്കിൽ പറച്ചിലേ ഉണ്ടാവും, ഒരു മാറ്റം ഉണ്ടാവില്ല. ഇനി അടുത്തത് എന്ന് പറയുന്നത് അലസതയും താല്പര്യക്കുറവുമാണ്. വ്യാഴം അമിതവണ്ണത്തെയും കപദോഷങ്ങളെയും സൂചിപ്പിക്കുന്നു. മോശമായ വ്യാഴം പങ്കാളിക്ക് അമിതവണ്ണമോ അല്ലെങ്കിൽ അലസതയോ നൽകാം. ഒന്നിൽ പങ്കാളിക്ക് അല്ലെങ്കിൽ അപ്പുറത്തെ നിങ്ങൾക്ക് തന്നെ. ഇത് ലൈംഗിക ജീവിതത്തിലെ ഉന്മേഷം കുറയ്ക്കുകയും ദാമ്പത്തിക ജീവിതത്തിൽ വിരസതയുണ്ടാകുകയും താല്പര്യക്കുറവുണ്ടാവുകയും ഒരു കോൺഫിഡൻസ് ഇല്ലാവുകയും ചെയ്യും. ഇങ്ങനെ ഉള്ള കുറേ വിഷയങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇത് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് എൻ്റെ അനുഭവത്തിൽ വന്നതും ഞാൻ വളരെ കണ്ടിട്ടുള്ളതും എൻ്റെ വ്യക്തി ജീവിതത്തിലുള്ള അനുഭവങ്ങളും അതുപോലെ ചുറ്റുപാടുകളിലുള്ള പലരുടെയും അനുഭവങ്ങളും എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ. കാരണം ഞാൻ പ്രത്യേകിച്ച് ഈ ആധ്യാത്മിക മേഖലയുമായിട്ട് ചേർന്നു അല്ലെങ്കിൽ ഒരു മിസ്റ്റിക്കൽ ആൾക്കാരുമായിട്ടാണല്ലോ കൂടുതൽ ബന്ധങ്ങളും അടുപ്പവും വരുന്നത്. ഓരോ ആൾക്കാരും ജീവിക്കുന്ന സാഹചര്യത്തിനനുസരിച്ചുള്ള ഗ്രഹകാരകത്വത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ആൾക്കാരുമായിട്ടായിരിക്കും അവർ കൂടുതൽ ബന്ധം വരുന്നത്. ഉദാഹരണത്തിന് ചൊവ്വ നന്നായിട്ട് അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പട്ടാളത്തിലോ പോലീസിലോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുമായിട്ട് ആ സാഹചര്യങ്ങളിലായിരിക്കും അവർ ഏറ്റവും കൂടുതൽ ജീവിതം ജീവിച്ച് തീർക്കുന്നത്. മോശപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗുണ്ടകളോടൊപ്പമോ അല്ലെങ്കിൽ ജയിൽവാസമോ അങ്ങനെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ, വഴക്കുകൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുമായിട്ടായിരിക്കും അവർ ഏറ്റവും കൂടുതൽ സൗഹൃദങ്ങളും ബന്ധങ്ങളും അടുപ്പങ്ങളും ലക്ഷർ ടൈം സ്പെൻഡ് ചെയ്യുന്നതുമൊക്കെ അങ്ങനെയായിരിക്കും. അതുപോലെ തന്നെയാണ് വ്യാഴം ബലപ്പെട്ടാൽ, വ്യാഴം പൊതുവേ നന്നായി തന്നെ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ആയിരിക്കും വരുന്നത്. വ്യാഴം ബലമുള്ള ഒരാൾക്കാണെങ്കിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജാതകത്തിൽ വ്യാഴത്തിന് അത്യാവശ്യം ബലമുണ്ട്. അതുകൊണ്ട് തന്നെ
ഈ ഞാൻ ഏറ്റവും കൂടുതൽ ഇടപെടുന്നതും അറിയുന്നതും അല്ലെങ്കിൽ ഞാൻ കൂടുതൽ സഹകരിക്കുന്നതും എനിക്ക് ഏറ്റവും കൂടുതൽ സഫോക്കേഷൻ ഇല്ലാതെ, അത്ര ഇൻട്രോവേർട്ടും അല്ല ഞാനെന്നാൽ അത്ര എക്സ്ട്രോവേർട്ടും അല്ല, ഒരു മീഡിയം ആംബ്രിവേർട്ട് എന്നൊക്കെ പറയാം, അങ്ങനെ വേണേൽ പറയാം. അപ്പോൾ അങ്ങനെ പറയാവുന്ന ഒരാളാണ്. എൻ്റെ ഒരു സർക്കിളിൻ്റെ ഇടയിൽ മാത്രമേ ഞാൻ അത്രയും സംസാരിക്കുകയോ ഇടപെടുകയോ യാത്ര ചെയ്യുകയോ ഒക്കെ ചെയ്യാറുള്ളൂ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിരിക്കുന്ന ഈ വ്യാഴത്തിന് ബലമുള്ള ആൾക്കാരോടാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യാഴത്തിന് ബലമുള്ളത് ഗുണമായും ദോഷമായിട്ടും വന്നിട്ടുള്ള ഒരു 100-ൽ പരം ട്രേറ്റ്സ് എനിക്ക് പലരുടെ ജീവിതം കൊണ്ട് റിപ്പീറ്റഡായിട്ട് വരുന്നത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൽ ചിലതാണ് ഞാനിവിടെ പറഞ്ഞത്. ഇനിയും ഒരു ടോട്ടാലിറ്റി ഓഫ് ബാഡ് എഫക്ട്സ്, വ്യാഴത്തിൻ്റെ ദോഷഫലങ്ങൾ എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്ന്, ഇത് ഈ വ്യാഴത്തെക്കുറിച്ച് പറയുന്ന വീഡിയോസ് സ്പിരിച്വൽ ആവാൻ ആഗ്രഹിക്കുന്നവർ കുറച്ച് കൂടുതൽ കേൾക്കണം. നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം ബലം ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയോടൊരു താല്പര്യം വരുന്നത്. അത് ഉറപ്പാണ്. അത് എവിടെ വ്യാഴം നിന്നാലും ലഗ്നവുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി പല ചാർട്ടുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും, ഒരു ബന്ധം ഉണ്ടാവും. അത് മനസ്സിലാക്കണം. നിങ്ങൾ ഈ വീഡിയോസ് കൂടുതൽ വ്യാഴത്തിൻ്റെ എല്ലാ സ്പിരിച്വൽ ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോസ് പല ആവർത്തി കണ്ടു നോക്കണം. അപ്പോൾ നിങ്ങളിലെ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റും. പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളായി കണ്ടെത്തുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. നമ്മുടെ കമൻറ്റ് സെഷനിൽ അത്യാവശ്യം കമൻറ്റുകൾ, നല്ല കമൻറ്റുകളാണ് വരുന്നതെങ്കിൽ പോലും ചർച്ച ചെയ്യാനുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള, ഇപ്പം ഗുളികൻ്റെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, അതൊക്കെ ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഓരോ സീരീസുകളാണ് ചെയ്യുന്നത്. ഈ സീരീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, നമ്മൾ ചെയ്യുന്ന വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ടുള്ള, അതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന കണ്ടൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ പുതിയ നിങ്ങളുടെ അനുഭവങ്ങളോ ഒക്കെ നിങ്ങൾക്ക് പങ്കുവെക്കാവുന്നതാണ്. അങ്ങനെ ചെയ്താൽ എനിക്കും പഠിക്കാം, പുതിയ പുതിയ കാര്യങ്ങൾ അറിയാം. അപ്പം പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാം. അങ്ങനൊരു നമ്മളെല്ലാവരുടെ ചേർന്നുള്ളൊരു വലിയൊരു സ്റ്റഡീസിലൂടെ പോയി കഴിഞ്ഞാൽ മാത്രമേ ഇത് അടുത്തൊരു തലമുറയിലേക്ക് ഈ ശാസ്ത്രം നമ്മളുടെയൊക്കെ DNA നമ്മളുടെയൊക്കെ ക്ലാസ്സുകളിലൂടെ ഒക്കെ അടുത്ത തലമുറയിലേക്ക് അത് എത്തിപ്പെടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി എല്ലാവരും നന്നായിട്ട് ശ്രമിക്കുക. അപ്പോൾ വ്യാഴത്തിന് ബലമുള്ളവർ നന്നായിട്ട് ഇതിനു വേണ്ടി പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അപ്പം അടുത്ത ക്ലാസ്സിൽ ടോട്ടാലിറ്റി ഓഫ് ബാഡ് എഫക്ട്സ്, വ്യാഴത്തിൻ്റെ ദോഷഫലങ്ങൾ ഒരു സമഗ്ര അവലോകനം നോക്കാം. അത് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇത്രയൊക്കെ മതി, ഇച്ചിരി ലെങ്തായി. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.